ഗോപാലകൃഷ്ണൻ എത്രമാത്രം മ്ലേച്ഛമായ ഒരു വാചകമാണ് ഉപയോഗിച്ചത് എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഈ അറബികൾ വന്ന് സന്താനോൽപാദനം നടത്തിപ്പോയ ഒരു കാസ്റ്റ് എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിക്കുമ്പോൾ അത് എത്രമാത്രം വേദനാജനകമായാണ് അദ്ദേഹം ഇങ്ങനെ നിർലജ്ജം അത് പറയുന്നത് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഈ അറബികൾ സന്താനോൽപാദനം നടത്തുമ്പോൾ ബാക്കി അറബികളല്ലാത്ത ആളുകളൊക്കെ വല്ല മുട്ടയിട്ട് അടവിരിക്കുകയാണ് എന്നാണോ ഗോപാലകൃഷ്ണൻ കരുതിയത് എന്ന് എനിക്കറിയില്ല. ഏതായാലും വളരെയധികം എൻ്റെ ഒരു പ്രതിഷേധവും വേദനയും ഞാൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങളിൽ അറിയിക്കുകയാണ്. കാരണം മാപ്പിളമാരെന്ന് പറഞ്ഞ റിബല്യൻ കാറ്റഗറിയിൽ ബ്രിട്ടീഷുകാർ പെടുത്തിയത് അവരുടെ സമരവീര്യം കാരണം അത്ഭുതപ്പെട്ടിട്ടാണ്. അപ്പോൾ അത്തരം ആളുകളോടൊക്കെ ബ്രിട്ടീഷുകാരുടെ പാദസേവ നടത്തിയ പ്രത്യയശാസ്ത്രത്തിന് പകയുണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ഇത്തരത്തിലൊക്കെ ആക്ഷേപിച്ചത് തീർക്കുമ്പോൾ ഗോപാലകൃഷ്ണന് ശ്രീമതി ടീച്ചറോട് മാപ്പ് പറയുന്ന മാതിരി ഏത്തമിട്ട് മാപ്പ് നിരന്തരം പറയേണ്ട അവസ്ഥ വരും. ഞാൻ ഏതായാലും കേസിനൊന്നും പോകുന്നില്ല എന്ന് ഗോപാലകൃഷ്ണനെ അറിയിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ വെള്ളാപ്പള്ളിക്ക് കോളേജ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കണക്ക് പരിശോധിച്ചാൽ 190 എയ്ഡഡ് കോളേജ് കേരളത്തിലുണ്ട്. അതിൽ 6 പോളിടെക്നിക്, 3 എഞ്ചിനീയറിംഗ് കോളേജ്, 181 എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട്. അതിൽ 82 ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണ്, അതിൽ 62 ഹിന്ദു മാനേജ്മെൻ്റ് ആണ്, 38 മുസ്ലിം മാനേജ്മെൻ്റ് ആണ്. ഈ ഹിന്ദു മാനേജ്മെൻറ്റിലുള്ള 62 കോളേജിൽ 22 NSSനും 24 SNDPക്കുമാണ് ഉള്ളത്. അവർ വന്ന് ആ സംഘടന വന്ന് മലപ്പുറത്ത് ഇവിടെയും ഒരു കോളേജ് സ്ഥാപിക്കാത്തതിൽ ഒരു മലപ്പുറം എന്ന നിലയ്ക്ക് എനിക്ക് അവരോട് പ്രതിഷേധമുണ്ട്. അവരത് ചെയ്യാത്തതിന് എന്തു ചെയ്യാൻ പറ്റും? അത് അത്തരത്തിലൊക്കെ കണക്കുകൾ ഇവിടെ ഉണ്ടായിരിക്കെ ഇത്തരത്തിലൊക്കെയുള്ള നരേറ്റീവുകൾ ഉണ്ടാക്കുന്നത് വേദനാജനകമാണ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. കോട്ടയത്തും പത്തനംതിട്ടയിലും പോയിട്ട് അവിടെ മുസ്ലിം പ്രാതിനിധ്യമില്ല, മുസ്ലിങ്ങൾക്ക് കോളേജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുപോലെ കാസർഗോഡ് എന്നിട്ട് NSSന് ഒരു കോളേജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ ഓരോ പ്രദേശങ്ങളിൽ ഓരോ സംഘടനയ്ക്കൊക്കെ സ്വാധീനം ഉണ്ടാകുമ്പോൾ അവരവിടെ സ്ഥാപനങ്ങൾ തുടങ്ങും. അത് കേരളം മൊത്തം ഒരു കണക്കെടുക്കുമ്പോൾ സാമൂഹിക നീതിയുടെ കാര്യത്തിലുള്ള ആ ഇക്വാലിറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ ലഭ്യമാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഗോപാലകൃഷ്ണൻ ആക്ഷേപിച്ചത് OBC സംവരണത്തിൽ മുസ്ലിം വിഭാഗത്തെ ഉൾപ്പെടുത്തുന്നു, അതിനെ ജാതിയായി തിരിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ആയിട്ട് 1/4 നൂറ്റാണ്ടോ 3 പതിറ്റാണ്ടോ ഒക്കെ പൂർത്തിയാവുകയാണ്. അദ്ദേഹം ആ ഭാരവാഹിയായ ആദ്യ 10-15 വർഷം അദ്ദേഹത്തിന് ഇത്തരമൊരു നിലപാടില്ലായിരുന്നു. അങ്ങ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള SNDPയുടെ ഒരു നേതാക്കൾക്കും അങ്ങനെ ഒരു നിലപാടില്ലായിരുന്നു. അന്നും RSSകാരും സംഘപരിവാറുകാരും ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഈ നെറേറ്റീവിൻ്റെ ആളുകളാണ്. അവരുടെ നെറേറ്റീവ് അവർക്ക് കുറച്ച് ആധിപത്യം കിട്ടുന്ന സമയം വന്നപ്പോൾ ചിലരെയൊക്കെ സ്വാധീനിച്ചു എന്നുള്ളത് കൊണ്ടാവാം വെള്ളാപ്പള്ളി നടേശന് ആ നെറേറ്റീവിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇപ്പോഴുണ്ടാകുന്നത്. പഴയകാല ഈഴവ പ്രസ്ഥാനത്തിനും SNDPക്കും SN ട്രസ്റ്റിനും ഒന്നും ഇങ്ങനൊരു നിലപാടില്ലായിരുന്നു. ഇവിടെ ന്യൂനപക്ഷങ്ങളും SN ട്രസ്റ്റും ഒക്കെ പരസ്പരം ഇഴുകിച്ചേർന്ന് ധനസഹായവും സ്ഥലം വിട്ടുകൊടുത്തും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ പരസ്പരം സഹായിച്ചൊക്കെ മുന്നോട്ട് പോയ ആളുകളാണ്. ഇപ്പം ഇദ്ദേഹം കേളപ്പൻ്റെ കഥ ഇവിടെ പറയുന്നു. കേളപ്പജി മരിച്ചിട്ട് 1/2 നൂറ്റാണ്ട് പിന്നിട്ടു. അതൊക്കെ പഴയ കേരളത്തിൽ ഒരു വിഭജനാന്തര ഇന്ത്യയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ സമൂഹം ഇന്ന് മുന്നോട്ടാണ് പോകുന്നത്. അങ്ങനെ ഈ സമൂഹം മതേതരമായി മുന്നോട്ട് പോകാൻ കാരണം മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിയുടെ സാന്നിധ്യമാണ് എന്നുള്ളത് മലപ്പുറത്തെ BJPക്കാർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ നല്ല നിലയിൽ പോകുന്ന ഒരു സിസ്റ്റത്തെയൊക്കെ അദ്ദേഹം ഇങ്ങനെയുള്ള അസത്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുളം കലക്കാൻ മുന്നോട്ട് വരരുത്. ഇനി മലപ്പുറത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറത്തെ ഒരു BJP നേതാവിനെ നിങ്ങളെ ചർച്ചയ്ക്ക് കൊണ്ടിരുത്തിയിട്ട് ഇത്തരത്തിലൊക്കെ അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ? നിങ്ങൾ നിർബന്ധിച്ച് പഠിപ്പിച്ചാലും അദ്ദേഹത്തിന് പതറാതെ പറയാൻ കഴിയില്ല. കാരണം ഈ ജില്ലയിൽ അത്തരത്തിലുള്ളൊരു വിഷയങ്ങളില്ല. വലിയൊരു സാഹോദര്യവും സൗഹാർദ്ദവും കളിയാടി മുന്നോട്ട് പോകുന്ന ഒരു ജില്ലയാണിത്. ഇവിടെ വല്ല കലാപം ഉണ്ടാവണമെങ്കിൽ 92 ഡിസംബർ ബാബരി മസ്ജിദിൻ്റെ ധ്വംസനാനന്തരം കലാപം ഉണ്ടാവേണ്ടതായിരുന്നു. മറ്റ് പല ജില്ലകളിൽ ഉണ്ടായതിനേക്കാളും ശാന്തമായ അന്തരീക്ഷവുമായിട്ട് അതിനെ മറികടന്ന ആളുകളാണ്. ഇവിടെ അത്തരത്തിലുള്ളൊരു വിഷയങ്ങളില്ല. പക്ഷേ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ നരേറ്റീവ് വേണം, നിങ്ങൾ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കണം, അങ്ങനെ പോളറൈസേഷൻ വേണം. അതിനുവേണ്ടി നിങ്ങൾ പലതരത്തിലുള്ള മായാവി കഥകളും കൺകെട്ട് കഥകളും ഒക്കെ ആയിട്ട് നിങ്ങൾ വരുന്നതാണ്. ചില ആളുകളൊക്കെ അതിനകത്ത് പെട്ടുപോകുന്നുണ്ടെങ്കിൽ അത് ക്ഷണികമാണ്. അവരൊക്കെ അത് മനസ്സിലാക്കി അവർ പുറംതിരിഞ്ഞ് പിന്നോട്ട് നടക്കുന്ന കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ പറയരുത്. വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ സംഘപരിവാർ ഒരുപാട് നടത്തുന്നുണ്ട്. അതിൽ വരുന്നത് നിങ്ങളിങ്ങനെ വന്ന് ചാനലിൽ വന്ന് പറഞ്ഞാൽ ശ്രീമതി ടീച്ചറോട് ഏത്തമിട്ട് മാപ്പ് പറഞ്ഞ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടർക്കഥയായി മാറും എന്ന് മാത്രമാണ് ഗോപാലകൃഷ്ണനോട് വളരെ സ്നേഹബുദ്ധിയായി